എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു മഹാവ്യക്തിയാണ് സഖാവ് EMS. എൻ്റെ അച്ഛനെ പോലെ എന്നോട് വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു മഹാപ്രതിഭ. അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും എൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിയും. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് SSLCക്ക് പഠിക്കുന്ന കാലത്താണ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അതിന് യാദൃച്ഛികമായ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ രൂപം കൊടുത്ത സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബ്ബ് എന്ന ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ വാർഷികത്തിന് EMSനെ, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു EMS. 1957, ഞാൻ 58-ലാണ്, 58-59-ലാണ് SSLCക്ക് പഠിക്കുന്നത്. ആ കാലത്താണ് വാർഷികം തീരുമാനിച്ചത്. അപ്പോൾ EMSനെ ആ വാർഷിക യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള സമാധാനം നാരായണൻ നായർ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ അഡ്വക്കേറ്റ് നാരായണൻ നായരുടെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് EMSനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ ഈ സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബിൻ്റെ എതിരാളികൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരടക്കം ചേർന്ന് രൂപീകരിച്ചൊരു പ്രോഗ്രസീവ് ആർട്സ് ക്ലബ്ബുണ്ട്. അവർ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയെ സ്വാധീനിച്ച് EMSനെ അവരുടെ വാർഷികത്തിന് കൊണ്ടുവരാൻ തീരുമാനിച്ചതായി അറിഞ്ഞു. അപ്പോൾ ഞാൻ നാരായണൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ വാർഷികത്തിന് വരാതെ അദ്ദേഹം പ്രോഗ്രസീവ് ആർട്സ് ക്ലബിൻ്റെ വാർഷികത്തിന് വരികയാണ്, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണൻ സാറ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് നേരിട്ട് EMSനെ കാണാം. അങ്ങനെ 58 അവസാനത്തിലാണെന്ന് തോന്നുന്നു, ഞാനും നാരായണൻ സാറും കൂടി സെക്രട്ടേറിയറ്റിലെ EMSൻ്റെ ആ ഓഫീസ് മുറിയിൽ EMSനെ കാണാൻ വേണ്ടി ഞങ്ങളെത്തി. രാവിലെ 9:30 മണിക്കാണ് അവിടെ ചെന്നത്. കൃത്യം 10 മണിക്ക് EMS ഓഫീസ് മുറിയിലേക്ക് പ്രവേശിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആദ്യമായി EMSനെ കാണുകയാണ്. ഇരുണ്ട നിറത്തിൽ പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്ന കണ്ണുകൾ, വശ്യമായ ചിരി. അദ്ദേഹം കൂപ്പുകയോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ കൈകൂപ്പി ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, നാരായണൻ സാറ് എന്നെ പരിചയപ്പെടുത്തി, ഇത് പെർപ്പംകോട് ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ്, പെർപ്പംകോട് മുരളി, സ്കൂളിൽ പഠിക്കുകയാണ്, EMSനോട് എന്തോ പറയാനുണ്ട്. അപ്പോൾ EMS ചോദിച്ചു, എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാൻ സ്റ്റാലിൻ ക്ലബിനെ കുറിച്ചും അതിൻ്റെ വാർഷികത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ആ, സ്റ്റാലിൻ ക്ലബ്ബോ? അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്താ സ്റ്റാലിനെ കുറിച്ച് ക്ലബ്ബ് ഉണ്ടാക്കാൻ തീരുമാനമെടുത്തത്? സ്റ്റാലിനെ കുറിച്ച് വല്ലതും അറിയാമോ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹെൻറി ബാർബൂസയുടെ ഈ സ്റ്റാലിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 53-ൽ സഖാവ് AKG സ്റ്റാലിനെ കുറിച്ച് ദീർഘമായി സംസാരിച്ചത് എൻ്റെ നാട്ടിൽ വന്ന് സംസാരിച്ച കാര്യം ഒക്കെ ഓർമ്മിപ്പിച്ചു. അന്ന് മുതൽ സ്റ്റാലിനെ ആരാധിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 56-ൽ ക്രൂഷ്ചേവിൻ്റെ നയത്തിൽ പ്രതിഷേധിച്ചാണ് ഞാൻ സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബ്ബ് ഉണ്ടാക്കിയത്. അത് നാട്ടിലെ ചെറുപ്പക്കാരെയും സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചേർത്താണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ലബിൻ്റെ വാർഷികത്തിന് അങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ EMS ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേശവലിപ്പിൽ നിന്ന്
ഡയറി എടുത്ത് നോക്കിയപ്പോൾ ആ തീയതി ആ ജനുവരി മാസത്തിൽ 59 ജനുവരിയിൽ പെരുപ്പങ്കോട് തന്നെ മറ്റൊരു യോഗത്തിൽ അദ്ദേഹം സംസാരിക്കാമെന്ന് ഏറ്റിരുന്നു അദ്ദേഹം പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു എവിടെ എന്ത് യോഗത്തിലാണ്? അതൊരു പ്രോഗ്രസീവ് ആർട്സ് ക്ലബിൻ്റെ വാർഷികമാണ്. നമ്മുടെ ജില്ലാ സെക്രട്ടറി കത്ത് കൊടുത്തയച്ചനുസരിച്ച് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് വിരുദ്ധന്മാരുടെ ഒരു സംഘടനയാണ്, അതിന് സഖാവ് പങ്കെടുക്കാൻ പാടില്ല, ഞങ്ങളതിൽ തന്നെ പങ്കെടുക്കണം എന്ന് ആവേശത്തോടുകൂടി വികാരത്തോടുകൂടി ഞാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു. അപ്പോൾ നാരായണനായർ സാറിനോട് ചോദിച്ചു, എന്താ നാരായണനായർ ഇതൊക്കെ? ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഏറ്റത്. നമ്മുടെ കുട്ടികൾ ഒരു ആർട്സ് ക്ലബ്ബ് നടത്തുമ്പോൾ അതിനെതിരെ നടത്തുന്നവരെ മീറ്റിങ്ങിന് പോകാൻ എന്നെ ഏർപ്പാടാക്കിയത് ശരിയായില്ലല്ലോ. മുരളി വിഷമിക്കണ്ട, എന്തായാലും ഞാൻ നിങ്ങളുടെ മീറ്റിങ്ങിന് തന്നെ വരും. അത് കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി. 59 ജനുവരി 14 വാർഷിക യോഗം. അന്ന് EMS എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തെക്കൻ കേരളത്തിൽ അന്ന് അധികം പൊതുയോഗങ്ങളെ സംസാരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ ആയിരുന്നല്ലോ. കേരളത്തിൽ തന്നെ വരുന്നത് മുഖ്യമന്ത്രിയായ ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ കൗതുകത്തോടു കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പെരുപ്പങ്കോട് LPS വച്ചായിരുന്നു ആ വാർഷിക യോഗം. ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഞങ്ങളുടെ MLA NN ഭണ്ഡാരത്തിലായിരുന്നു. OMV സാറും വെളിയം ഭാർഗവനും പാർലമെൻറ്റ് മെമ്പർ MK കുമാരനും ആ യോഗത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഞങ്ങളൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം വാസ്തവത്തിൽ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. അവിസ്മരണീയമാണ് ആ സംഭവം. പക്ഷേ യോഗത്തിന് മുമ്പ് അദ്ദേഹം നാട്ടുകാരിൽ പലരെയും പരിചയപ്പെട്ടു. ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛനെയും പരിചയപ്പെട്ടു. അച്ഛൻ്റെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹം തൊട്ടടുത്ത ഒരു കസേര കൊടുത്ത് ഇരുത്തിയ ആ അനുഭവമൊക്കെ വെച്ചുകൊണ്ട് അച്ഛൻ യഥാർത്ഥത്തിൽ അടുത്ത ദിവസം മുതൽ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറിയ അനുഭവമാണ് എനിക്കുള്ളത്. ചുരുക്കത്തിൽ EMSനെ ആദ്യം കണ്ട അനുഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അനുഭവങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ എനിക്കിന്നും തർക്കമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ച ശേഷമാണ് അവിസ്മരണീയമായ മറ്റൊരു സംഭവം. EMS പാർട്ടിയുടെ സെക്രട്ടറിയായി തിരുവനന്തപുരത്തുള്ള കാലത്താണ്. അന്ന് പാർട്ടിയുടെ ഓഫീസ് ഇന്നിപ്പോൾ പ്രസ് റോഡ് എന്ന് പറയുന്ന ഗവൺമെൻറ് പ്രസിൻ്റെ എതിരെയുള്ള ഒരു 2 നില കെട്ടിടത്തിലായിരുന്നു. രാമസ്വാമി എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവിൻ്റെ സഹോദരി പളനി അമ്മാളുടെ വകയായിരുന്നു ആ കെട്ടിടം. പക്ഷെ അന്ന് ഓഫീസ് സൂക്ഷിക്കുന്ന പുരുഷോത്തമൻ എന്ന ഒരു വ്യക്തി, അയാളെക്കുറിച്ചൊക്കെ പലതും എനിക്ക് പറയാനുണ്ട്, എങ്കിലിപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. ആ വ്യക്തി കേന്ദ്ര ഇൻ്റലിജൻസ് വകുപ്പിന് പല രേഖകളും രഹസ്യമായി കൈമാറ്റം ചെയ്തു എന്ന സംശയത്തിൽ അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയും അന്നു മുതൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം ആ വൈകുന്നേരങ്ങളിൽ EMS വീട്ടിൽ കൊണ്ടുപോയാണ് പതിവ്. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് അദ്ദേഹം താമസിച്ചിരുന്നത് നന്ദൻകോട് ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിൽ
EMS നടന്നാണ് പോവുക. EMSൻ്റെ കൂടെ നടക്കാൻ അന്നുണ്ടായിരുന്നത് ഞാനും അദ്ദേഹത്തിൻ്റെ മകൻ EM ശ്രീധരൻ, അനിയൻ എന്ന് വിളിക്കുന്ന EM ശ്രീധരനുമായിരുന്നു. അങ്ങനെ EMSൻ്റെ കൂടെ തിരുവനന്തപുരം നഗരത്തിൽ പ്രസ് റോഡ് മുതൽ നന്തൻകോട് വരെ ഏതാണ്ട് ഒരു 6 മാസക്കാലം കൂടെ നടക്കാൻ അദ്ദേഹത്തെ അനുഗമിക്കാൻ ഒരവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ അപൂർവ ഭാഗ്യമായി ഞാനിന്നും കരുതുന്നു.